ഹലോ, ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അത് വെറുതെ കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി. ചിലവർക്ക് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി വെക്കണമെങ്കിൽ നമുക്ക് അതിന് പറ്റിയ മാങ്ങ തന്നെ വേണം. നല്ല പഴുത്ത ചെറിയ മാങ്ങ വേണം. വലിയ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു മാങ്ങ എടുത്തിരുന്നു. ഇപ്പം മാങ്ങ സീസൺ കൂടി ആയതുകൊണ്ട് തന്നെ ഈ മാങ്ങ കിട്ടാനൊന്നും അധികം പാടില്ല. പിന്നെ ഈ മാമ്പഴ പുളിശ്ശേരി നമുക്ക് മാങ്ങ സീസണിൽ ഉണ്ടാക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ മാങ്ങ എടുത്ത് അതിൻ്റെ തോലൊക്കെ ചീന്തി അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മുളകും വേപ്പിൻ്റെ എല്ലാം ഇട്ട് അത് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. അത് തിളച്ചതിന് ശേഷം നമ്മൾ അതിലോട്ടേക്ക് ഉപ്പിടും നമ്മുടെ ആവശ്യത്തിന്. പിന്നെ ശർക്കരയും നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര ഇടുക. ഞാൻ ഈ കഷ്ണത്തിനൊപ്പം തന്നെ വേറൊരു കഷ്ണം കൂടി ഇട്ടേനെ. പിന്നെ തൈര്, ചില സ്ഥലത്ത് തൈര് ഒഴിക്കാതെ ചെയ്യുന്നുണ്ട്. പിന്നെ കടുക്, ജീരകം, കുരുമുളക്, തേങ്ങ എല്ലാം നമ്മൾ അരച്ച് വെച്ച് അത് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് വറുത്തിടാൻ പോവാണ്. അത് കടുക്, ഉലുവ, മുളക്, വറ്റൽമുളക്, വേപ്പിൻ്റെ ഇല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റാണേ.